കൂടെ ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നവർ, നിയ്യത്ത് ചെയ്യുന്നവരെന്ന് കൈവയ്ക്കും. ഇറങ്ങി ഓടാതെ വലിയ പിരിവിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. നൗഷാദ് ഹാജിയൊക്കെ സമാധാനം. ഇവിടെ ഇതിന്റെ കൺവീനറിന്റെ പ്രസംഗം തന്നെ എനിക്ക് കുറച്ച് മനസ്സിലായുള്ളൂ. ഇങ്ങനെ ചങ്ങാതി പിന്നെ തിമിംഗലത്തിന്റെ അറിവ്, തിമിംഗലത്തിന് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയും. അൽഹംദുലില്ലാ. ഇതിന്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു വാഴത്തൈ നിങ്ങൾ കൊടുത്തല്ലോ. ബഹുനിനായ ഉസ്താദ് അവറുകൾ അതിന്റെ ഹദീസ് പറയുകയായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണത്തിന് ശേഷം പ്രയോജനം ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷം ആ മനുഷ്യന് 6 അടി മണ്ണിനകത്ത് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഹദീസിൽപ്പെട്ട ഒരു കാര്യമാണ് വൃക്ഷം നടുക, തൈ നടുക. അത് ആ മനുഷ്യന്റെ ഖബറിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സദഖയാണ്. അൽഹംദുലില്ലാ, സുന്നി പ്രവർത്തകർ അൽഹംദുലില്ലാ ഒരു നല്ല കാര്യം ചെയ്യാൻ തയ്യാറായി. ആരാണോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തന്നു, സ്വർഗ്ഗത്തിന് 8 വാതിലുകളാണ് ഉള്ളത്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചുറപ്പിന്റെ സ്വർഗ്ഗത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ സ്വർഗ്ഗത്തിന് 8 വാതിലുകളുണ്ട്. ആ 8 വാതിലുകളും ഒരു മനുഷ്യനെ, ആ 8 വാതിലിൽ നിന്ന് ഏത് വാതിലിലൂടെ വേണമെങ്കിലും ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഓരോ വ്യക്തികൾക്കും നോമ്പ് പിടിക്കുന്നവന് റയ്യാൻ എന്ന് പറയുന്ന വാതിലുണ്ട്. വാപ്പയെയും ഉമ്മയെയും സ്നേഹിക്കുന്ന മക്കൾക്ക് സ്വർഗ്ഗത്തിന്റെ മധ്യവാതിൽ വാപ്പയാണ്. ഇതുപോലെ പ്രവാചകൻ ഓരോ വാതിലുകൾ, ഓരോ സൽക്കർമ്മങ്ങൾക്ക് പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ സ്വർഗ്ഗത്തിലെ 8 വാതിലുകളും ഒരു മനുഷ്യനെ കാണുമ്പോൾ അവിടെ നിന്ന് 8 വാതിലുകളും ഒരു മനുഷ്യനെ സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. നാളെ പടച്ചറബിന്റെ സ്വർഗ്ഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ 8 വാതിലും വിളിക്കുന്ന ഒരു മനുഷ്യൻ ഈ സദസ്സിലുണ്ട്. അല്ലാഹു അക്കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അല്ലാഹു അക്കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളും എന്നിലൂടെ കടന്നു പോകുന്നു പറയുന്ന വിളിക്കുന്ന യഥാർത്ഥ അടിമകളിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അങ്ങനെ 8 വാതിലുകളും വിളിക്കുന്ന അടിമയാകാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവക്കുക. സ്വർഗ്ഗത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോ 8 വാതിലും എന്നിലൂടെ വാ, എന്നിലൂടെ വാ എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെടാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണമെന്നറിയുവോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത്, നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള, വെറും 5ഓ 6ഓ ആയത്തുകൾ മാത്രമുള്ള, 10 ആയത്തിന്റെ താഴെ മാത്രമുള്ള ഒരു ചെറിയ സൂറത്തുണ്ട്. ഈ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും മോദിയാൽ അവൻ നാളെ സ്വർഗ്ഗത്തിന്റെ മുന്നിലെത്തുമ്പോ 8 കവാടവും അവനെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകുമാറാകട്ടെ. ആ സൂറത്ത് ഏതാണെന്ന് അറിയണമെങ്കിൽ 10 വരെ ഇവിടെ ഇരിക്കണം, അത്ര മാത്രമേ പറയാനുള്ളൂ. ആ സൂറത്ത് ഏതാണെന്ന് അറിയണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അവസാനം വരെ ഇരിക്കുക, വേണ്ടവരിരിക്കുക, അല്ലാത്തവർ ഓടിക്കൊള്ള. ഇവിടെ നേ ഓടാൻ പറ്റൂ, അസ്റായിൽ വരുമ്പോ എവിടെ ഓടാനാ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. മതിലിന്റെ മുകളിൽ ഇരിക്കുന്നവരുടെ മുന്നിലേക്ക് സംഘാടകർ ഒന്ന് കടന്നു ചെന്നിട്ട് സ്നേഹത്തോടെ പറയുക, ഒന്ന് സ്വർഗ്ഗത്തിൽ കയറിയിരിക്കാൻ. ഇതിന്റെ സംഘാടകരോട്, ചെയർമാൻ ഇതിന്റെ സംഘാടകർ, ആ മതിലിന്റെ മുകളിൽ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലാകാഞ്ഞിട്ടായിരിക്കും, നിങ്ങൾ അവരോട് ചെന്നിട്ട് സ്നേഹത്തോടെ പറ, സ്വർഗ്ഗത്തിൽ കയറിയിരിക്കാൻ. എന്താണ് ഉഷാക്ക നിങ്ങൾ ഇവിടെ നിൽക്കണം, നിങ്ങൾ ഹാജിയ എന്താ നിങ്ങളുടെ ചെയർമാൻ തിമിംഗലത്തെ കുറിച്ച് വാത് പറഞ്ഞ കാക്കാണ്ട് അവൻ നിങ്ങൾ പോകാം. ആ മതിലിന്റെ മുകളിൽ ഇരിക്കുന്നവരോട് ചെന്ന് പറയുക, പുണ്യപ്രവാചകന്റെ മദ്ഹ് പറയുന്ന സദസ്സാണ്, ഒന്ന് കയറി സ്വർഗ്ഗത്തിലിരിക്കാൻ പറയാം. ഇൻഷാ അല്ലാഹ് അവിടെ വരെ നടക്ക്, അത്രയും ചുവട്ടടി ചിലപ്പോൾ അല്ലാഹ് പാവം പുറത്തു വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സലാത്തിനൊരു മടിയും കാണിക്കരുത്. ഇന്ന് റൗള ശരീഫിന്റെ ചാരത്തേക്ക് ഈ സദസ്സിൽ നിന്ന് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഇങ്ങനെ ഒഴുകാനുള്ളതാണ്. നമ്മുടെ മാതാപിതാക്കളുടെ പേര് അല്ലാഹുവേ മനോഹരമായിട്ട് പ്രവാചകന്റെ റൗളയിലും മലക്കുകൾ പോയി പറയണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകന്റെ ജീവിതം പറയാനാണ് എന്നെ ഇവിടെ നിന്ന് ക്ഷണിച്ചിരിക്കുന്നത്. പക്ഷേ എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ വഅദ് പറഞ്ഞാലും പ്രവാചകന്റെ ജീവിതം പറഞ്ഞു തീർക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ലോകത്തൊരു മനുഷ്യനെ കൊണ്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 63 വർഷക്കാലത്തെ ജീവിതമല്ല, ആ പ്രവാചകന്റെ 23 വർഷത്തെ ജീവിതത്തെ കുറിച്ച് പോലും